ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ തേജപ്പൻ പറഞ്ഞൊരു കാര്യമായിരുന്നു കേട്ടോ, നാളെ രാവിലെ ചായക്ക് പൂരി ഉണ്ടാക്കിയായിരുന്നെന്ന്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ തേജപ്പന് ക്ലാസ്സും ഇല്ലല്ലോ, അപ്പൊ എന്തായാലും ഉണ്ടാക്കാന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ തന്നെ എനിക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ അവന് വേണ്ടി പൂരി കടലക്കറി ആയിട്ട് ഉണ്ടാക്കണത്. സാധാരണ നമ്മൾ ഇഷ്ടമല്ല ഉണ്ടാക്കാറ്, അപ്പൊ ഇന്നൊന്ന് വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചിട്ട് കടലക്കറിക്ക് ഇതേ കടല വേവിക്കാൻ വെച്ചു. പിന്നെ അതേ പൂരിക്കുള്ളത് മാവ് കുഴക്കട്ടെ. അപ്പൊ ഞാൻ പച്ചവെള്ളത്തിൽ നല്ല ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളത്തിലാട്ടോ പൂരിക്കുള്ള മാവ് കുഴക്കണത്. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഞാനതൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാനിത് നല്ല തിളച്ച വെള്ളത്തിലാട്ടോ സാധാരണ കുഴക്കാറ്. അങ്ങനെ ഇതേ നമ്മുടെ മസാല കടലക്കറി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇത് വിൻഷേട്ട എനിക്ക് ഇതേ കുളിച്ചു വിളക്കൊക്കെ കൊളുത്തി. പ്രസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓയിലിന്റെ കവറിലിട്ടിട്ടാട്ടോ പൂരി പരത്താറ്. ചായക്ക് പൂരിയാന്ന് പറഞ്ഞാൽ തന്നെ വിൻഷേട്ടനൊന്നും ചായ കുടിക്കാൻ വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വേണ്ടത് എടുത്ത് കൊണ്ടുപോകട്ടെ ചെയ്യാറ്. എന്താണെന്നറിയില്ല, തേജുനും വിൻഷേട്ടനും പൂരി ഇച്ച ജീവന. എത്രയൊക്കെ ഉണ്ടാക്കിയാലും വീട്ടിൽ തികയാത്തൊരു സാധനമായിട്ടത്. പിന്നെ വിൻഷേട്ടൻ ടൈമായപ്പോ ഇതേ ജോലിക്ക് പോകാൻ ഇറങ്ങിയിട്ട് ആ നേരത്താട്ടോ തേജപ്പനും എനിക്ക് വന്ന്. പിന്നെ ഞാനും തേജപ്പനും കൂടി വിൻഷേട്ടനെ യാത്രയാക്കി. പിന്നെ പെട്ടെന്ന് നടന്നിട്ട് എല്ലാ കാര്യങ്ങളും തേജപ്പനെ കുളിപ്പിച്ചു. വേഗം അവന് കഴിക്കാൻ കൊടുത്തുട്ടാ. അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവൻ തന്നെ ഇരുന്ന് കഴിക്കൂട്ടെ, എന്റെ ഹെൽപ്പ് ഒന്നും വേണ്ട. അപ്പൊ ആ നേരം കൊണ്ട് ഞാനും കുളിച്ച് വേഗം വന്നു. അങ്ങനെ ഞാനും വേഗം ചായ കുടിക്കാൻ നോക്കാട്ടെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.